നമസ്കാരം. പുതിയ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അപൂർവ ധാതുക്കൾക്കായുള്ള ഇടനാഴി. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കേരളമാണ് ആദ്യം ഇത്തരത്തിലുള്ളൊരു പദ്ധതി കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇതിന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 1000 കോടി രൂപയാണ് അന്ന് കേരളം ഇതിനായി ആവശ്യപ്പെട്ടിരുന്നത്. വിഴിഞ്ഞം, ചവറ, കൊച്ചി ഈ ഒരു 3 മേഖലകളും കേന്ദ്രീകരിച്ചാണ് ഈ അപൂർവ ധാതുക്കൾ ഖനനം ചെയ്യാനും സംസ്കരിക്കാനുമുള്ള പദ്ധതികൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം കേരളം മുന്നോട്ട് വെച്ചിരുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ 4 സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ അപൂർവ ധാതു ഇടനാഴി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊല്ലം ജില്ലയിലെ ചവറ മുതൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം വരെയുള്ള തീരദേശ മേഖലയിലാണ് കരിമണൽ എന്ന സ്വർണ്ണത്തേക്കാൾ വിലപിടിപ്പുള്ള അപൂർവ ധാതുക്കൾ ചേർന്ന മണൽ ഉള്ളത്. എത്രയോ വർഷങ്ങളായി പല സംരംഭങ്ങളും ഇവിടെ നിന്ന് മണൽ കോരിക്കൊണ്ടുപോയതായി ആരോപണം ഉയരുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നേരത്തെ ഉണ്ടാവുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായി സർക്കാർ സ്ഥാപനങ്ങളായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML-ഉം ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡും ഈ 2 സ്ഥാപനങ്ങളാണ് ഇവിടെ നിന്നുള്ള മണൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവയിൽ നിന്ന് വളരെ അപൂർവമായിട്ടുള്ള എത്രയോ ധാതുക്കൾ വേർതിരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. നിലവിൽ ചൈനയാണ് ലോകത്ത് ഏറ്റവും അധികം ധാതുക്കളുള്ള ഒരു രാജ്യം. പക്ഷേ ഇപ്പോൾ അവർ അതിനുള്ള കയറ്റുമതിക്ക് നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നേരിടാൻ കഴിഞ്ഞ വർഷം നവംബറിൽ തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് തുടങ്ങിയിരുന്നു. ഏതായാലും കേരളത്തിൻ്റെ നിർദ്ദേശം കൂടി ലഭിച്ചതോടെ മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വളരെ സമഗ്രമായ ഒരു പദ്ധതി തന്നെയാണ് ഈ അപൂർവ ധാതുക്കൾക്കായുള്ള ഈ ഇടനാഴി രൂപീകരിക്കുക എന്നുള്ളത്. ഈ മേഖലയിലെ ഖനനം മാത്രമല്ല, അവയുടെ സംസ്കരണം, ഗവേഷണം തുടങ്ങിയ എല്ലാ മേഖലകൾക്കും കേന്ദ്ര സർക്കാർ സമഗ്രമായ സഹായമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഈ അപ്രമാദിത്വം തടയുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം കൂടിയാണ്. ഈ മേഖലയിൽ ഏതാണ്ട് 17 അപൂർവ ധാതുക്കളാണ് ലഭ്യമായിട്ടുള്ളത്. ഇവ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ് സംവിധാനങ്ങൾ മുതൽ യുദ്ധവിമാനങ്ങളും മിസൈലുകളും വരെ നിർമ്മിക്കാനുള്ള സാങ്കേതികമായ വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ ഒരു മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെ കൈവശം ഇപ്പോൾ തന്നെ ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെ കൈവശം ഇപ്പോൾ തന്നെ 1.5 ലക്ഷം ടണ്ണോളം ഈ മോണോസൈറ്റ് എന്ന അപൂർവ ധാതുവുണ്ട്. ഇവ വീണ്ടും സംസ്കരിച്ച് മറ്റ് പല വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങളിന് കൂടുതലായി ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹായത്തോടെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. കൊല്ലത്തെ ചവറയിലെ ഈ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെയാണ് പ്രധാനമായും ഈ കരിമണലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അപൂർവ ധാതുക്കളുമായി ബന്ധപ്പെട്ട സംസ്കരണമൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടി വരുന്നതോടെ ഈ 4 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടനാഴി വരുന്നതോടെ ഇവിടെ നിന്നുള്ള ധാതുക്കൾ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിക്കാനും അവിടങ്ങളിൽ കൂടുതൽ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കാനും അങ്ങനെ ഇന്ത്യയുടെ കയറ്റുമതിയിൽ പോലും ഇത്തരത്തിലുള്ള ഈ ഒരു നമ്മുടെ കേരളത്തിൻ്റെ അപൂർവമായ ധാതുക്കൾ ഉൾപ്പെടുത്താനും കഴിയും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ചവറ മുതൽ കായംകുളം വരെ നീളുന്ന ഈ കരിമണലിനെക്കുറിച്ച് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ വിശദമായ ചർച്ചകളും ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള കാര്യം ബ്രിട്ടീഷുകാർ തന്നെ ഇത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മണൽ പരമാവധി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ അവർ അക്കാലത്ത് പദ്ധതി ഇട്ടിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അന്ന് ധാരാളം മണൽ കൊണ്ടുപോയി കാണുമായിരിക്കും എന്നും നമുക്ക് കരുതാം. മാത്രമല്ല ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവിടുത്തെ കരിമണൽ വാരിക്കൊണ്ടു പോകാൻ കേരളത്തിലെ പല സർക്കാരുകളും അനുമതി നൽകുകയും അങ്ങനെ അവർ കടത്തിക്കൊണ്ടുപോയി കോടികൾ സമ്പാദിച്ചതൊക്കെ തന്നെ പിന്നീട് ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ മറഞ്ഞിരിക്കുന്ന ഈ ഒരു അപൂർവ സമ്പത്ത് ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ ലഭിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ ഈ ഒരു തീരദേശ മേഖലയിൽ നിന്നുള്ള കരിമണലിൻ്റെ ഖനനത്തിൽ നിന്നുള്ള ഫലത്തെ ഒരുപക്ഷെ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുക. ഏതായാലും ഈ പദ്ധതി നടപ്പിലായാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാഗ്നറ്റിക് ഹബ്ബായി ഈ ഒരു മേഖല മാറും എന്നാണ് ഇപ്പോൾ ഗവേഷകർ സൂചിപ്പിക്കുന്നത്. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ സ്വന്തമായി നടപ്പിലാക്കാൻ കഴിയുമോ അതോ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി ഇത് മാറുമോ എന്നുള്ള കാര്യമൊന്നും ഇനിയും വ്യക്തമായിട്ടില്ല. എങ്കിൽ പോലും നിലവിൽ അത് സംസ്ഥാനങ്ങൾക്ക് തന്നെ ഇത് സംസ്കരിച്ച് വിപണനം നടത്താനുള്ള സംവിധാനം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കൾ വേർതിരിക്കുന്നതിനായി 1500 കോടി രൂപ വീതം ചെലവുള്ള 5 പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഏതായാലും അതിലൊരു പ്ലാന്റ് കേരളത്തിന് ലഭിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ പലരും സംശയം ഉന്നയിക്കുന്നൊരു കാര്യം, കേരളം കൊടുത്ത ഈ ഒരു മാർഗ്ഗനിർദ്ദേശം ഇത് മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത് സ്വകാര്യ മേഖലയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള നീക്കമാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതേക്കുറിച്ച് ഇനിയും വ്യക്തമായിട്ടില്ല. കാരണം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും തുറമുഖങ്ങളുമൊക്കെ തന്നെ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇവിടെയുള്ള ഈ അപൂർവ ധാതുക്കളുടെ ഖനനവും
സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുമോ എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോഴും സംശയം ഉന്നയിച്ചിരിക്കുന്നത്. അവർ ഇക്കാര്യത്തിൽ ശക്തമായ തോതിലുള്ള സംശയം ഉന്നയിക്കുകയും ഇക്കാര്യത്തിൽ ഒരു കൃത്യത വരുത്തണമെന്ന്, അതായത് ആർക്കാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം എന്നുള്ള സംബന്ധിച്ച കാര്യം വ്യക്തമാക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും കേരളവും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടുമൊക്കെ തന്നെ ഈ ധാതുക്കളാൽ സമർത്ഥമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള തിരുനെൽവേലി ജില്ലയിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലും. അപ്പോൾ ഏതായാലും ആന്ധ്രയിലും ഒഡീഷയിലൊക്കെ നടക്കുന്ന ഈ അപൂർവ ധാതുക്കളുടെ സംസ്കരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം നമുക്കിപ്പോൾ ലഭ്യമല്ല. എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്തോടുകൂടി ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലായി വരുമ്പോൾ അവിടങ്ങളിലെല്ലാം തന്നെ ഒരു ഏകോപനത്തോടു കൂടിയുള്ള ഖനനം നടക്കുകയും അവ സംസ്കരിച്ച് കൃത്യമായി എത്തേണ്ടിടത്ത് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളുടെ തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ തോതിലുള്ള മാറ്റം വരും എന്നുള്ളത് ഉറപ്പാണ്. ഇതിലേറ്റവും ഗുണം ചെയ്യാൻ പോകുന്ന സംസ്ഥാനം ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ കേരളമായിരിക്കും. പക്ഷേ കേരള സർക്കാർ അല്ലെങ്കിൽ കേരളം ഇപ്പോൾ ഭരിക്കുന്നവർ മാത്രമല്ല, ഇനി ഭരിക്കാൻ വരുന്നവരുമൊക്കെ തന്നെ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത് സർക്കാർ പൊതുമേഖലയിൽ തന്നെ ഇത്തരം ഈ ഖനന പരിപാടികൾ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കേരളത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യും. അതല്ല ഇത് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനാണ് ഒരുപക്ഷെ നാളെ നീക്കങ്ങൾ നടക്കുന്നത് എങ്കിൽ അതിനെ സർവ്വശക്തി ഉപയോഗിച്ച് തോൽപ്പിക്കേണ്ട കടമയും കേരളത്തിലെ ജനങ്ങളുടേതാണ്. കാരണം ഇത് നമ്മുടെ സമ്പത്താണ്. ലോകത്ത് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഇത്രയും അപൂർവ ധാതുക്കൾ നമ്മുടെ നാടിൻ്റെ തന്നെ സ്വന്തമാണ്. അവയെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിൻ്റെ സ്ഥിതി തന്നെയായിരിക്കും ദോഷകരമായി ബാധിക്കുക. ഏതായാലും മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാര്യത്തിലും കൃത്യമായ ഒരു വിഷനുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു സംഭവം. കാരണം കേരളം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് കൃത്യമായി പഠിച്ച് മറ്റു സംസ്ഥാനങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ ഒരു ധാതു വികസന ഇടനാഴി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കൃത്യമായ ഒരു പദ്ധതിയുടെ കൂടി ഭാഗമായിട്ട് തന്നെ ആയിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഓരോ സംസ്ഥാനവും നൽകുന്ന പദ്ധതി നിർദ്ദേശങ്ങളെ എത്ര കൃത്യതയോടുകൂടിയാണ് ഈ കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായി മാറുകയാണ് ഈ ഒരു പുതിയ പദ്ധതി.